നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കും, ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കും, പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ബൈനറി സബ്ട്രാക്ഷൻ വൺസ് കോംപ്ലിമെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ, ടൂസ് കോംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കണം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇഫ് യു ആർ ഗിവൺ എ ബൈനറി നമ്പർ ലൈക്ക് ദിസ് 10101 തന്നു കഴിഞ്ഞാൽ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിറ്റുകൾ ഇൻവേർട്ട് ചെയ്താൽ മതി. 1ന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇടുക, 0യുടെ സ്ഥാനത്ത് 1 ഇടുക. അപ്പം 10101 എന്ന് പറയുന്ന നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1ന് കറസ്പോണ്ടി നമ്മൾ 0 എഴുതുക, രണ്ടാമത് 0 അല്ലേ അത് 1 ഇടുക, മൂന്നാമത് 1, 1ന് പകരം നമ്മൾ എന്ത് ഇടുക, 0 ഇടുക, 0യ്ക്ക് പകരം 1 ഇടുക, 1ന് പകരം 0 ഇടുക. ദിസ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ്. ഇനി ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ നമ്പർ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് 01010യുടെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന വാല്യൂ ഏതാ, 01011. ഓക്കെ, അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് കിട്ടി. ഈ ടൂസ് സാധാരണയായിട്ട് ടൂസ് കോംപ്ലിമെന്റില ഈ നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ജസ്റ്റ് ബിറ്റുകൾ ഇൻവേർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 കാണുന്നിടത്തെല്ലാം നമ്മൾ 0 ഇടുക, 0 കാണുന്നിടത്തെല്ലാം എന്തിടുക, 1 ഇടുക. ഇനി ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ നമ്പർ അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ നിങ്ങൾ 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഇനി നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെന്റ് നോക്കുക. അതിനകത്ത് തന്നെ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ലാർജിൽ നിന്ന് സ്മോൾ മൈനസ് ചെയ്യുക. ഉദാഹരണമായിട്ട് 7ൽ നിന്ന് 5 മൈനസ് ചെയ്യുക, അല്ലെ 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് വഴി ഈ ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ബൈനറി സബ്ട്രാക്ഷൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നവർക്ക് ഈസി വേ ആണ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ ലാർജർ നമ്പറും മൈനസ് സ്മാളർ, ലാർജർ നമ്പർ മൈനസ് സ്മാളർ നമ്പർ ആണല്ലോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാർജർ മൈനസ് സ്മാളറിൽ ആ സ്മോളർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് ലാർജർ നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സ്മോളർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് ലാർജർ നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു ക്യാരി വരും. ആ ക്യാരിയെ നമുക്ക് ഇപ്പം കിട്ടിയ റിസൾട്ടിലോട്ട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ബൈനറി സബ്ട്രാക്ഷന്റെ റിസൾട്ട് കിട്ടും. അപ്പം നമുക്ക് ഈ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡീഷൻ സർക്യൂട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? അപ്പം ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്മോൾ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് ലാർജ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാരിയും കൂടി റിസൾട്ടിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫൈനൽ റിസൾട്ട് കിട്ടും. ഉദാഹരണമായിട്ട് 15 മൈനസ് 12 ചെയ്യണമെന്ന് വിചാരിക്കും. 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11111 ആണ്. 12 എന്താണ്, 1100 സോറി, ഇതിനകത്ത് തെറ്റിപ്പോയി. ഇത് 12 അല്ല, ഇത് 10 ആണ്, തെറ്റിപ്പോയത്. ഇത് 10 ആണ് കേട്ടോ. 1010 10 നമുക്ക് മൈനസ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 10ന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. 10ന്റെ വൺസ് കോംപ്ലിമെന്റ് എന്തുവാ, 0101. ഓക്കെ, 0101. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1111 പ്ലസ് 0101. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിയേ, 1 + 1 0 ക്യാരി 1, 1 + 1 0 ക്യാരി 1, 1 + 1 ഇവിടെ ഒരു ക്യാരി 1 വന്നു, പിന്നെ ഒരു 1 കൂടി വന്നുകൊണ്ട് ഇവിടെ 1 വന്നു, ഇവിടെ 1 + 1 0 ക്യാരി 1. ആ ക്യാരിയും കൂടി റിസൾട്ടിൽ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടി, 0101 എന്നുള്ള ആൻസർ കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ 15ന്ന് 10 കുറച്ചാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 5 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് 5 ആണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ ഞാൻ 12 തെറ്റായി എഴുതിയേക്കോ, ഇത് 10 ആണ്. 1010 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, ഇതാണ് ബൈനറി സബ്ട്രാക്ഷൻ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ച് സബ്ട്രാക്ഷനിൽ നിന്ന് ഒരു സ്മോൾ നമ്പറിൽ നിന്ന് നമ്മൾ ഒരു ലാർജ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, ഉദാഹരണമായിട്ട് 2 - 5 നമുക്കറിയാം. 2 - 5 ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ -3 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമ്പർ തന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇതേപോലെ തന്നെ 2 - 5, 2നെ അതുപോലെ തന്നെ ഇടുക. സെക്കൻഡ് നമ്പറിന്റെ -5 മൈനസിന് ശേഷം വന്ന ആ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. എന്നിട്ട് ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് അല്ലെങ്കിലും അറിയാം അതിന്റെ ആൻസർ എപ്പോഴും എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ വൺസ് കോംപ്ലിമെന്റ് ആണ് ഫൈനൽ റിസൾട്ട്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇപ്പൊ നോക്കാം. 1000 ദാറ്റ് ഈസ് 8. 8 മൈനസ് 1010 1010 എന്തുവാ, 1010 10.
അപ്പോൾ 8ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ -2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ -2 കിട്ടാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 10108 ഓക്കെ 8 മൈനസ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 1010യുടെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാ? 0101. ഒന്നുകൂടി പറയാം, നമുക്ക് 8ൽ നിന്ന് നമുക്ക് എന്താ മൈനസ് ചെയ്യേണ്ടത്? 10 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 10ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 8 മൈനസ് 10 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 അതുപോലെ തന്നെ എഴുതുക. 10ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 10 എന്ന് പറഞ്ഞാൽ 1010 അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0101. ഇവ അത് ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 1011 എന്ന് കിട്ടി. ഈ കിട്ടിയതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക, ദാറ്റ് ഈസ് 0010. എന്നിട്ട് നമുക്കറിയാം ആൻസർ എന്തായാലും എന്തായാലും ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുക്കുക, ദാറ്റ് ഈസ് -2 തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ഡു സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ടൂസ് കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ഈസി വേയിൽ ബൈനറി സബ്ട്രാക്ഷൻ നടത്താൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ, ഒരു ലാർജിൽ നിന്ന് സ്മോൾ വന്നാൽ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എഴുതുക, സെക്കൻഡ് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ ക്യാരി ഡിസ്കാർഡ് ചെയ്യുക. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 12 മൈനസ് 11. 12 മൈനസ് 11 ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ലാർജ് മൈനസ് സ്മോൾ ആണ്. അപ്പം നമ്മൾ ലാർജ് നമ്പർ അതുപോലെ എഴുതി, ഈ നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് ഈ 0101. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ഇതെന്ത് കിട്ടും? 0100 പ്ലസ് 1 0101. അപ്പോൾ ടൂസ് കോംപ്ലിമെൻ്റ് ആയല്ലോ. എന്നിട്ട് ഇവ തമ്മിൽ ആഡ് ചെയ്തു. നമുക്കപ്പോൾ എക്സ്ട്രാ ഒരു ക്യാരി വന്നു. 4 ബിറ്റും ആഡ് ചെയ്തപ്പോൾ 5 ബിറ്റ് വന്നു. അപ്പോൾ 4 ബിറ്റ് അവിടെ ഇട്ടിട്ട് 1 ബിറ്റ് ക്യാരി ആണല്ലോ, ആ ക്യാരീനെ ഡിസ്കാർഡ് ചെയ്യുക. സോ 1 ആണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. ആൻസർ 1 തന്നെ കിട്ടിയില്ലേ ബൈനറിയിൽ? ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ. ലാർജ് മൈനസ് സ്മോൾ വന്നാലും സ്മോളർ മൈനസ് ലാർജർ വന്നാലും 2 രീതി ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് സ്മോളർ മൈനസ് ലാർജ് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? സ്മോളർ നമ്പർ അതുപോലെ തന്നെ ഇടുക, ലാർജർ നമ്പറിൻ്റെ എന്തെടുക്കുക? ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുക, എന്നിട്ട് ഒരു നെഗറ്റീവ് സൈൻ കൂടി എടുത്താൽ നിങ്ങളുടെ റിസൾട്ട് കറക്റ്റായി. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് സ്മോളർ നമ്പറാണ്, ഇത് ലാർജർ നമ്പറാണ്. അപ്പോൾ സ്മോളർ നമ്പർ നമ്മൾ അതുപോലെ തന്നെ എഴുതി, ഈ 11100യുടെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പം 0010 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10111 എന്ന് കിട്ടും. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 01001 ആണ്. അതിൻ്റെ കൂടെ എന്ത് സൈനും കൂടി ഇടുക? മൈനസ് സൈനും കൂടി ഇടുക. അപ്പം ഞാൻ ഇൻ ഷോർട്ട് ഒന്നുകൂടി പറയാം. നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ 2 രീതി ചെയ്യാം. ഒന്ന് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിലും ചെയ്യാം, ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിലും ചെയ്യാം. ഇനി വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇൻ ഷോർട്ട് പറയാം. വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ലാർജ് മൈനസ് സ്മോൾ നമ്പറാണ് വരുന്നതെങ്കിൽ ലാർജ് പ്ലസ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് സ്മോൾ എടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരിനെ എൻഡ് റൗണ്ട് ക്യാരി എന്നാണ് പറയുന്നത്. ആ ക്യാരിയും കൂടി ആഡ് ചെയ്താലേ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. ക്ലിയർ? ഇനി ഈ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ തന്നെ സ്മോൾ മൈനസ് ലാർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നെഗറ്റീവ് ആൻസറാണ് വരേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ പ്ലസ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ലാർജും കൂടി തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിൻ്റെ എന്തെടുക്കുക? വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുക. എന്നിട്ട് ആ റിസൾട്ട് എന്തുമായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. നെഗറ്റീവ് ഇട്ടിട്ട് ആ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. റിസൾട്ടിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുത്താലേ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ബൈനറി സബ്ട്രാക്ഷൻ നോക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് മൈനസ് സ്മോൾ ആണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലാർജ് പ്ലസ് വൺസ് കോംപ്ലിമെൻ്റ് ഓഫ് സ്മോൾ എടുക്കുക. എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാരി കിട്ടുമായിരിക്കും. ആ ക്യാരിനെ നിങ്ങൾ അങ്ങ് ഡിസ്കാർഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ഇനി ടൂസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ തന്നെ, ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസിങ് സബ്ട്രാക്ഷൻ തന്നെ അടുത്ത എന്ന് വെച്ചാൽ സ്മോൾ മൈനസ് ലാർജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ പ്ലസ് ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് ലാർജ് ചെയ്യും. ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കിട്ടുമല്ലോ, ആ റിസൾട്ടിൻ്റെ എന്തെടുക്കണം? അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കണം. ആ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തതിന് ശേഷം ഒരു നെഗറ്റീവ് സൈനും കൂടി എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്